കലങ്ങാത്ത ഒരു ഹൃദയവും ഉറപ്പുള്ള ഒരു വിശ്വാസവും ഒരു മനുഷ്യനുണ്ടെങ്കിൽ അതിനർത്ഥം അവൻ ജയിക്കുവാൻ തുടങ്ങിയെന്ന്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1-ാമത്തെ വാക്യം, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഭൂമിയിലായിരിക്കുമ്പോൾ ശിഷ്യവൃന്ദത്തോടും ജനത്തോടും ഒന്നിച്ചു പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ. പലരെയും നമ്മൾ പഠിക്കുമ്പം കലങ്ങി മറിഞ്ഞ കടല് പോലെ ഹൃദയം കലങ്ങി ജീവിക്കുന്ന ധാരാളം പേരുണ്ട്. ഒരിക്കൽ യേശു മാർത്തയും മറിയയും പാർക്കുന്ന വീട്ടിൽ യേശു വന്നു. ആ സമയത്ത് മറിയ യേശുവിന്റെ പാദത്തിൽ ഇരുന്ന് യേശു പറയുന്ന വചനങ്ങളെ സ്വീകരിച്ചു കൊണ്ടിരിക്കുക. മാർത്തയോ പലതിനെ ചൊല്ലി വിചാരപ്പെട്ട് മനം കലങ്ങിയിരിക്കുക. യേശു മാർത്തയോട് ചോദിക്കുക, മാർത്തേ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ട് മനസ്സ് കലങ്ങുന്ന എന്തിനാ? മറിയെ നോക്ക്, അവൾ നല്ല അംശം തെരഞ്ഞെടുത്തിരിക്കുന്നു, ആരും അത് അവളോട് അപഹരിക്കുകയില്ല. പലതിനെ ചൊല്ലി വിചാരപ്പെട്ട് മനം കലങ്ങുന്ന ധാരാളം പേരുണ്ട്. ഭാവി എന്താകും, എൻ്റെ കുടുംബം എന്താകും, സാഹചര്യം, ഇങ്ങനെ പലതിനെ ചൊല്ലി വിചാരപ്പെടുക. ഞാനിന്ന് വചനം കേൾക്കുന്നവരോട് പറയാം, സ്തോത്രം, ദൈവത്തിൽ വിശ്വസിച്ചാൽ മതി. പലതിനെ ചൊല്ലി വിചാരപ്പെട്ട് മനസ്സ് കലക്കണ്ട. ഉറങ്ങാൻ കഴിയുന്നില്ല, ഭക്ഷണം കഴിക്കാൻ ആഗ്രഹമില്ല, എങ്ങും പോകാൻ താല്പര്യമില്ല. കാരണം പലതിനെ ചൊല്ലിയുള്ള വിചാരം. ഒരാൾ ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ സംഭവിക്കുന്ന എന്താന്ന് ചോദിച്ചാൽ, അവന് ഭയങ്കര വിശ്വാസമാ. അവൻ വിശ്വസിക്കുന്ന ദൈവം അവനെ നടത്തും. ബൈബിളിൽ ഒരു വാക്യമുണ്ട്, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. സ്നേഹിത, ഇന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവം നിന്നോട് സംസാരിക്കുക. നാളെ ഓർത്ത് ചിന്തിച്ച്, ഇന്നലകളിൽ നടന്ന സംഭവങ്ങളെ ഓർത്ത് ചിന്തിച്ച് മനസ്സ് കലക്കി കളയാതെ ആഴമേറിയ ഒരു ദൈവവിശ്വാസം മുറുകെ പിടിക്കുന്നെങ്കിൽ, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന വചനം അടിവരയിട്ട് ഞാൻ നിങ്ങളോട് പറയുക. ഈ ദിവസങ്ങളിൽ സാമ്പത്തിക പ്രശ്നമാകട്ടെ, കുടുംബ പ്രശ്നമാകട്ടെ, എത്ര വലിയ പ്രതിസന്ധി വന്നാലും നീ മനസ്സുകൊണ്ട് പറയണം, ഞാൻ വിശ്വസിച്ച് ജീവിക്കും, യേശുവിനുള്ള വിശ്വാസത്താൽ ജീവിക്കും, യേശുവിനെ നടത്തും, യേശുവിനെ പരിപാലിക്കും. അങ്ങനെ നമുക്ക് പറയാം. ഒന്നിച്ച് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, പലതിനെ ചൊല്ലി മനം കലങ്ങാതെ ഈ ദിവസങ്ങളിൽ ആഴമേറിയ ദൈവവിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് ജീവിപ്പാൻ നിന്റെ മക്കൾക്ക് കൃപ കൊടുക്കണം. അവരെ വല്ലാതെ ചഞ്ചല ഹൃദയം കൊണ്ടുവന്ന് അവരെ വലതിനാൽ തകർക്കുവാൻ നോക്കുന്ന എല്ലാ പൈശാചിക ശക്തികളെയും ശാസിക്കുക. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. കലങ്ങാത്ത ഒരു ഹൃദയം ഏറ്റെടുത്ത്, വിശ്വസിക്കുന്ന ഒരു ഹൃദയം ഏറ്റെടുത്ത് മുന്നോട്ട് പോകാം. യേശു വലിയവ ചെയ്യും. ഗോഡ് ബ്ലസ് യു.